ഗുഡ് ഈവനിങ് ആൾ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസ. ഞാൻ സിന്ധു സർലാബായി, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്ഥലം. കരിയർ ആൻഡ് അഡോളസന്റ് കൗൺസിലർ ആണ്. കൂടാതെ വിആർ സൊല്യൂഷൻസ് എന്ന ഒരു ട്രെയിനിങ് സ്ഥാപനത്തിന്റെ കോ ഫൗണ്ടർ കൂടെയാണ്. വിംബിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് ഇന്ന് നമ്മളുള്ളത്. വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയായവരാണ് ഇതിൽ അവതാരകരായി എത്തുന്നത്. വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 21ാമത്തെ ബാച്ചാണ് ഞാനുള്ളത്. ഈ സെഷനിൽ ഇൻട്രൊഡക്ഷൻ പറയാൻ ഒരു അവസരം തന്നതിന് ടീം വിംബിളിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ട്രെയിനിങ് എന്ന മേഖലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. സ്വയം മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം തനിക്ക് ചുറ്റുമുള്ളവരും മാറണം, വളരണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് എപ്പോഴും ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ അവരിൽ മാറ്റം വരണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ കരിയർ കൗൺസിലിംഗ് എന്നുള്ള മേഖല തിരഞ്ഞെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള നമുക്കുള്ള സമയം കൂടുതലാണ്. അപ്പൊ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവര് പലരും അവരിഷ്ടപ്പെട്ട മേഖലയൊന്നും അല്ല സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അവര് ചിലപ്പോഴൊക്കെ ഭയങ്കര തമാശയോടുകൂടി ഇത് പറയുമെങ്കിലും ഇവരുടെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ചോദിക്കും, നീ എന്താ കോഴ്സ് പൂർത്തിയാക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, പണി കിട്ടിയതാ മിസ്സേ, എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തതാ, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ അതിന് പോയാൽ മതിയെന്ന്. അപ്പൊ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒത്തിരിയും കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പം ചിലര് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പിന്നീട് തിരിയും. അപ്പൊ ചിലർ അവിടെ വെച്ചിട്ട് അവരുടെ ലൈഫിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ കുടുംബം എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു കുഞ്ഞ് രക്ഷപ്പെടുക അല്ലെങ്കിൽ അവൻ ശരിയായ രീതിയിൽ അവൻ ലക്ഷ്യബോധത്തോടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തോടൊപ്പം തന്നെ ആ സമൂഹമാണെങ്കിലും ഒക്കെ രക്ഷപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ വിചാരിച്ച് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ക്ലാസ്സും ഇവരോടുള്ള ഇതൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഞാൻ വിംബിളിലേക്ക് എത്തുന്നത്. ഞാൻ ഓൺലൈനിൽ കൂടിയാണ് വിംബിളിനെ കുറിച്ച് അറിയുന്നത്. അപ്പം സാറ് പറയുന്നത് പോലെ കുറച്ച് ടൂൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പല പെട്ടിയിലാണ്. ഇത് എവിടെയാ എപ്പോഴാ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതൊന്നും ഓർഗനൈസ്ഡ് വേയിലായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് എത്തിയതിനു ശേഷം ഇത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് വിംബിളിൽ എത്തിയതിനു ശേഷമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് അതിനും അപ്പുറം ഇവിടെ നിന്ന് നമുക്ക് നമ്മളോടൊപ്പം തന്നെ ഒന്നിച്ചൊരു ഒരേ ലക്ഷ്യബോധത്തോടെ കൂടി പോകുന്ന കുറച്ച് ടീമിനെ, കുറച്ച് ആൾക്കാരെ കിട്ടി. അതായത് നമുക്കൊരു ടൂർ പോകുന്ന ഒരു ഫീല്. അപ്പൊ നമ്മുടെ തെറ്റുകൾ തിരുത്തിത്തരുന്നു, അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഒരു ഫീലിംഗും ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ടീമിനെ എനിക്ക് വിംബിളിൽ നിന്ന് കിട്ടി. ഇപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കോച്ച് കൂടിയായിട്ടുള്ള ജാസ്മിൻ മാം ആണ്. മാം ആണ് ഇതിന്റെ തന്നെ ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾ തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ തനിക്ക് തന്നെ അനുകൂലമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സെൽഫ് സബോട്ടേജ് എന്നൊക്കെ, ആ വിഷയത്തെ കുറിച്ചിട്ടാണ് മാം ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാമിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. സിന്ധു സർലാബായി മാം പറഞ്ഞപ്പോ തന്നെ ഇൻട്രോ പറയാൻ റെഡിയായി വരികയായിരുന്നു. എന്തായാലും താങ്ക് യു, നന്നായിട്ട് മാം ഇൻട്രോ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ 21 ബാച്ചിലെ പുതിയ സ്റ്റുഡന്റ് കൂടിയാണ്. അപ്പോ എന്നെ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജാസ്മിൻ, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഈ ഒരു വിംബിൾ അക്കാഡമിയിലേക്ക് വന്നിട്ട് കുറച്ചു കാലമായി. ഓഡിബിൾ അല്ലേ മാം? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ. അപ്പോൾ നമ്മള് വിവിധങ്ങളായ ക്ലാസ്സുകൾ ഇതിൽ അവതരിപ്പിച്ചു പോകുന്നുണ്ട്. ഞാനും ഇതിൽ 14ാമത്തെ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ടീച്ചിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ വന്നു പഠിച്ചു. സത്യത്തിൽ ക്ലാസ് അതിന് മുന്നേ എടുക്കുമായിരുന്നെങ്കിലും ഈ മാം പറഞ്ഞ പോലെ കുറെ ടൂള് ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർഗനൈസ്ഡ് ആയിരുന്നില്ല.
അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും പഠിച്ച് അത് ഇവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തി എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ മാസവും സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോപ്പും അതുപോലെ തന്നെ വിംബിൾ മോർണിംഗ് സർക്കിളിൽ വരുന്നവരൊക്കെ അവിടുത്തെ ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പോലും വിംബിളിന്റെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടുവരുന്നത്. അത് നമ്മുടെ സജന മാമാണ് ആ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. സജന മാം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ്. അപ്പൊ നമ്മുടെ വിംബിളിനെ പറ്റിയൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ അത് നമുക്ക് പറഞ്ഞാല് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകില്ല. എങ്കിലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ എന്നെ ഈ വിംബിളില് ഫൈസൽ സാറിനെ നേരത്തെ അറിയാം. അതിനു മുന്നേ തന്നെ ഇതിനകത്ത് ക്ലാസ് എടുക്കുന്ന നമ്മുടെ സീനിയർ ആയിട്ടുള്ള മറ്റൊരു സൈക്കോളജിസ്റ്റും ട്രെയിനറുമാണ് നമ്മൾ മിസ്സാവ് സാർ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഒരു സഹോദര തുല്യരായിട്ട് നമ്മളെ എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ തരാനും നമ്മളെ മുന്നോട്ട് നയിക്കാനൊക്കെ അവരൊരുപാട് ചേർത്ത് നിർത്തി നമ്മൾക്ക് ഒരു അവസരം തന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കില്ലിനെ ഷാർപ്പൺ ചെയ്ത് എടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിംബിൾ അക്കാഡമിയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം എനിക്കുണ്ട്. അത് എന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സെൽഫ് സബോട്ടേജ് എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതിനകത്ത് മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ സൈക്കോളജിസ്റ്റ് ആയിരിക്കും, കേട്ടിട്ടുള്ളവരുമായിരിക്കാം ഈ ഒരു വേർഡ്. അപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാമോ? മുഹമ്മദ് സമീർ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. I hear first time today. Okay. മുരളി, യെസ്, നമ്മൾ വേണുഗോപാൽ സാർ എന്നും ഹാജരാണ്. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് കേൾക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് പുതുമയുള്ളൊരു വിഷയമായിരിക്കും. അതല്ല, വീണ്ടും കേൾക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഓർമ്മപ്പെടുത്തൽ. പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഒരിക്കലും ഒരു സബ്ജക്ട് എത്ര കേട്ടാലും അതൊരു ആവർത്തന വിരസത ഉണ്ടാകില്ല. കാരണം അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം അവർ വീണ്ടും കേട്ടിരിക്കാൻ തയ്യാറാകും. അതാണ് യഥാർത്ഥ ഒരു ട്രെയിനർ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പഠിതാവ് അല്ലെ. അപ്പോൾ നമ്മൾ സെൽഫ് സപ്പോർട്ടേജ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി തന്റെ ലക്ഷ്യങ്ങൾക്കൊക്കെ, അതായത് തന്റെ ലക്ഷ്യങ്ങൾക്കും സന്തോഷങ്ങളും നശിപ്പിക്കുന്നതിന് താൻ തന്നെ കാരണമാകുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥാവിശേഷണത്തെയാണ് നമ്മൾ സെൽഫ് സബോട്ടേജ് എന്ന് പറയുന്നത്. അതില് നമുക്കിപ്പോ പ്രിയപ്പെട്ട ബന്ധങ്ങളെ നമ്മൾ നശിപ്പിച്ച് കളയുക, നമ്മൾ അത് പകുതി വഴിയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ സ്വപ്ന തുല്യമായ ജോബ് നമ്മൾ നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതിലേക്ക് പോകാത്തൊരവസ്ഥ. അതിലേക്ക് നമ്മൾ സ്വയം കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞ് സ്വയം പിന്മാറുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ സെൽഫ് സബോട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതായത് ഇതിന് മനഃശാസ്ത്രപരമായിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ ഇത് അതായത് നമ്മുടെ ഏറ്റവും നല്ല മികച്ച ലക്ഷ്യങ്ങൾക്കും ഉദ്ദേശശുദ്ധിക്കും വേണ്ടിയിട്ട് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. അതായത് ഭയവും അമിതമായ ഭയവും ആത്മവിശ്വാസക്കുറവും ഒക്കെ ഇതിന് കാരണം. നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകും, ഇല്ലെങ്കിൽ അതിന് നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തി എക്സ്ക്യൂസസ് പറയാം, സ്വയം എക്സ്ക്യൂസസ് പറഞ്ഞ് അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം, അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഒരിക്കലും ഒരു അധ്യാപകനോട് കുട്ടികൾ പറഞ്ഞു, സാറിന്റെ ശത്രുവിനെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഇങ്ങനെ അന്തം വിട്ട് ആലോചിക്കാം, എനിക്കൊരു ശത്രുവോ? അതെ, സാറിന്റെ ശത്രുവിനെ ഞങ്ങൾ കൊന്നു, ആ പെട്ടിയിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം വന്ന ആ ഒരു പെട്ടി തുറന്നപ്പോ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം അതിനകത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു കണ്ണാടി. അദ്ദേഹം പോയി അതിനകത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അതിനകത്ത് കണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പ്രതിബിംബത്തെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ആ കുഞ്ഞു മക്കളിൽ തമാശ പോലെ അവരത് കാണിച്ചതാണെങ്കിലും ആ കുട്ടികളിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു മെസ്സേജ്, അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രു അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ ആ ശത്രുവിനെ അവർ കൊന്നു എന്നാണ് അവര് പറഞ്ഞത്. ആ ഒരു പ്രവൃത്തിയിലൂടെ അവര് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അപ്പൊ നമ്മുടെ ചുറ്റാകെ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, സ്വയം
ശത്രുവായി മാറുന്ന ആൾക്കാർ. അപ്പൊ ഈ ഒരു ട്രെയിനിങ് മേഖല നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരും, പക്ഷെ പിന്നെ ക്ലാസ്സുകൾ കറക്റ്റ് കണ്ടിന്യൂ ചെയ്യില്ല, പകുതി വഴിയിൽ ഡ്രോപ്പ് ആയി പോവാം. ചില ആൾക്കാർക്ക് വെറുതെ എക്സ്ക്യൂസ് പറയുന്നതാണ്, ചില ആൾക്കാർ തിരക്കുകൾ കൊണ്ടായിരിക്കാം. എങ്കിലും അവര് സ്വയം അവരിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ചില കാഴ്ചകൾ കാണുന്നുണ്ട്. നല്ല കഴിവുള്ളവരായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നവർ തന്നെ വന്ന് പറയുന്നത്, അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് പേടിയാവുന്നു, എനിക്ക് വിറയ്ക്കുന്നു, എനിക്ക് വാക്കുകൾ വരുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അവര് സംസാരിക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ അത് തന്നെ ആയിരിക്കും പറയുന്നത്. എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ. പക്ഷെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്ക് അവർ കുറച്ചൊന്ന് മുകളിലേക്ക് വരും, പക്ഷെ വീണ്ടും ആ ഭയം അവരെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സജന മാമിനെ ആരാണെന്ന് മനസ്സിലായി, അതാണ് സജന മാം ചിരിക്കുന്നത്. സത്യമാണ് പറയുന്നത്. ഒരുപാട് കഴിവുകൾ ഉണ്ട് ഉള്ളിൽ, പക്ഷെ അത് സ്വയം അത് കണ്ടെത്തി മുന്നോട്ട് വരുന്നതിന് പകരം അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അങ്ങനെയുള്ളവരൊന്നും സത്യത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരരുത് എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം എന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ തെറ്റുകൾ വരെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റാത്ത പല തെറ്റുകളും കണ്ടെത്തിയിട്ട് നമ്മൾ അത് തിരുത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയൊക്കെ, ഞാൻ ഇത്രയും പഠിച്ചു പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നല്ല, ഓക്കെ സാർ, അത് ശരിയാണ്, ഞാൻ അത് തിരുത്താം, നെക്സ്റ്റ് ടൈം ഞാൻ അത് തിരുത്താം എന്ന് പറഞ്ഞ് അത് നമ്മൾ തിരുത്താൻ തയ്യാറാകും. സത്യം പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഒരു ട്രെയിനർക്ക് വേണ്ടത്, അല്ലെ? ഈ പറയുന്ന സെൽഫ് സപ്പോർട്ടേജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർന്നു, അവരുടെ കാര്യമൊക്കെ പിന്നെ കട്ടപ്പോവുകയാണ്. അവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നാൽ ഡ്രോപ്പ് ചെയ്ത് ഫസ്റ്റ് ടൈം തന്നെ അവര് ഉപേക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവർക്കൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഫീഡ്ബാക്ക് കൊടുക്കാൻ. പലപ്പോഴും എനിക്ക് വരെ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുത്താലേ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ തിരുത്തും. പക്ഷെ അവരത് എടുക്കുന്നത്, അയ്യോ ഞാൻ ഫസ്റ്റ് ടൈം ഇത്രയും കഷ്ടപ്പെട്ട്, നമ്മളൊക്കെ പുതുതായിട്ട് വന്നവരല്ലേ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു സോൾജിയർ മൈൻഡ് സെറ്റോട് കൂടി വേണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ. അതായത് പലതും നമുക്ക് കേൾക്കേണ്ടി വരും. ആ കേൾക്കുന്നതൊക്കെ ഉള്ളിലേക്ക് എടുക്കുകയല്ല ചെയ്യേണ്ടത്, പകരം അതിനെ മനസ്സിലാക്കി അതിന്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമുക്ക് ഒരു ട്രെയിനർക്ക് വേണ്ടത്. അപ്പൊ ഈ ഇത്തരക്കാർ ഇവിടെ വരുമ്പോൾ പകുതി വഴി വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പിന്നെ നിരന്തരം ഈ മോട്ടിവേഷൻ ഒക്കെ കേട്ട് കേട്ട് വരുമ്പോൾ ചിലർ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് ആളി കത്തുമെന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ ഓക്കെയാണ്. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവർ ഈ പറഞ്ഞ പോലെ സ്പാർക്ക് അല്ല, അവര് മൊത്തത്തിൽ ആളി കത്തി തീരും, അതോടെ അങ്ങ് തീരും, ബേൺ ഔട്ട് ആവും. അതാണ് അവരുടെ അവസ്ഥ വരുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ട്രെയിനിങ് മേഖലയിലൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിടിച്ചു നിൽക്കാനായിട്ട്. അപ്പൊ ഈ മോട്ടിവേഷൻ കേട്ടിട്ട് വെറുതെ കുറെ മോട്ടിവേഷൻ കേട്ട് ഇതാവല്ലേ വേണ്ടത്. ഒരു ആവേശം കൊണ്ടിട്ട് ആവേശ കമ്മിറ്റിക്കാരായിട്ട് വന്നിട്ട് പിന്നെ ബേൺ ഔട്ട് ആവുന്ന അവസ്ഥയല്ല വരേണ്ടത്. പകരം എന്ത് ചെയ്യണം, അവര് കൂടുതൽ ഇൻസ്പയർ ആകണം. ആ മോട്ടിവേഷൻ കേട്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക്, സെൽഫ് ബിലീഫ്സ് ഈ ഇത്തരക്കാർക്ക് കൂടുതലായിരിക്കും, ഈ സെൽഫ് സപ്പോർട്ടേജ് ഉള്ളവർക്ക്. അതായത് ഞാനിപ്പോ ഒരു പരാജിതനാണ്, എനിക്ക് അവര് സ്വയം അവരെ തന്നെ പറയും, എനിക്ക് സന്തോഷിക്കാനുള്ള അർഹതയില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പറയും, നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുമ്പോ ഇവര് ചിരിച്ചാലും പെട്ടെന്ന് അങ്ങ് മുഖം അങ്ങ് പെട്ടെന്ന് ആ ചിരി അങ്ങ് മാറ്റിയിട്ട് ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുക. നമ്മൾ ചിരി വന്നാൽ ചിരിക്കണം, എന്തിനാ ചിരിക്കാൻ, അത് തോനെ ചിരിച്ചാൽ കരയേണ്ടി വരും, എന്റെ ജീവിതം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്വയം കുറ്റപ്പെടുത്തുന്നത് അവരുടെ ആ ബിലീഫ് സിസ്റ്റമാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയ ആ ഒരു ബിലീഫ് അങ്ങനെയാണ്. അപ്പൊ അതാണ് അവരെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ചിന്തകള് നമ്മുടെ ഇത്തരം പ്രവർത്തികളും ഒക്കെ നമ്മുടെ ജീവിത മാർഗങ്ങളെയും കൂടി നിയന്ത്രിച്ച് പുഷ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാല് എന്താണ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ പുഷ് ചെയ്ത് കളയുന്നതിന് പകരം അത് പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റണം. ആ ബിലീഫ് സിസ്റ്റത്തെ എത്രത്തോളം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും അത്രത്തോളം ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. അതായത് ഈ സൈക്കോളജിസ്റ്റ് എലൻ ഹെൻറിക്സൺ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെൽഫ് സപ്പോർട്ടേജ് ഉള്ളവർക്ക് സെൽഫ് കമ്പാഷൻ കുറവായിരിക്കും. അവരുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ, ഒരു ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് എപ്പോഴും നിരാശയായിരിക്കും ഇത്തരക്കാർക്ക്.
പിന്നെ വരുന്നത് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി. അത് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി? ഈ മനുഷ്യര് അവരുടെ ചിന്തകൾ, ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റവും അത്തരത്തിലുള്ള ചിന്തകളും അവരുടെ പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടായിരിക്കും. അതായത് ഞാൻ പരാജയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതിനൊപ്പം ആ പരാജയത്തിലേക്ക് പോകാനുള്ള വഴികൾ ഞാൻ തന്നെ സ്വയം വെട്ടും. അല്ലെ, ഞാൻ പരാജിതനാണെന്ന് ഞാൻ ചിന്തിക്കും തോറും അതിനുള്ള ആ ഒരു വഴി, അതായത് പ്രോക്രാസ്റ്റിനേഷൻ, പിന്നെ മടി പിടിച്ചിരിക്കുക, സ്വയം കുറ്റപ്പെടുത്തുക, അവരുടെയൊക്കെ ജീവിതം അങ്ങനെ, എന്റെ ജീവിതം ഇങ്ങനെ എന്നുള്ള അത്തരത്തിലുള്ള സംസാരം, എന്തിനോടും ഒരു വിരക്തി തോന്നിയിട്ട് അവര് നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി, നമ്മളൊക്കെ പാവങ്ങളായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നിനും ക്ഷണിക്കില്ല, ഞങ്ങൾ അങ്ങനെ 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 സ്വയം ഓരോന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതായത് ഇവരുടെ ഈ പ്രവൃത്തിയും ഇവരുടെ ഈ സംസാരവും തമ്മിൽ നല്ല ഈ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ നല്ല അഭേദ്യമായ ബന്ധമുണ്ടാവും. അതായത് ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു നെട്ടോട്ടമായിരിക്കും. അതേസമയം അവരെന്ത് ചെയ്യും? അവർക്കിത് ഈ സിഗരറ്റ് വലിച്ചേ പറ്റൂ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തും. എന്റെ അപ്പൂപ്പൻ വർഷങ്ങൾ കൊണ്ട് സിഗരറ്റ് വലിച്ച ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം കുറെ കാലം ജീവിച്ചു എന്നൊക്കെ പറയും. അത് ക്യാൻസർ വന്നാലും കുറെ കാലം വയസ്സായിട്ടൊക്കെ അല്ലേ വരുള്ളൂ, ഇപ്പോഴൊന്നും വരത്തൊന്നുമില്ല. എത്രയോ ആൾക്കാർ പുകവലിക്കുന്നുണ്ട്, അവർക്കൊന്നും വരുന്നില്ലല്ലോ. പുകവലിക്കാത്ത എത്രയോ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ട്, അല്ലെ? വീട്ടമ്മമാരായിട്ടുള്ള എത്രയോ പേർക്ക് വരുന്നുണ്ട്, കുട്ടികൾക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം ന്യായീകരിച്ച് രക്ഷപ്പെടും. കാരണം ഈ ചിന്ത തിരിച്ചു വന്നു കഴിഞ്ഞാല് ഇവർക്കിതിൽ, അപ്പൊ ഇവരുടെ ചിന്തകൾക്കനുസരിച്ച് ഇവരെന്ത് ചെയ്യും? ആ പ്രവൃത്തിയെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാണും. അതാണ് ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലുവർ, ഇവർ ഓവർ കൺട്രോൾഡ് ആയിരിക്കും എപ്പോഴും. സ്വയം തന്നെ ഇവർ ഇങ്ങനെ സെൽഫ് കൺട്രോളിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അതായത് സൈക്കോളജിസ്റ്റ് ജോർജി ഇവർലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് എല്ലാം നീട്ടിവെക്കല്, ഓവർ കൺട്രോള്, ഇവയെല്ലാം ഈ ഇത്തരക്കാരുടെ പരാജയത്തിന്റെ ഒരു ഫലമാണ്. അപ്പൊ ഈ ഇത്തരക്കാരില്, ഈ ഒരു സെൽഫ് സബോട്ടേജ് ഉള്ള ആൾക്കാരില് ഈ ഒരു പ്രവണത, അവര് തന്നെ അവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ, അവരുടെ ചിന്തകളെ അവര് ഓവറായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അവര് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു സെൽഫ് സബോട്ടേജിന്റെ ഭാഗമാണ്. ഈ ഫിയർ ഓഫ് ഫെയിലുവറും സ്വയം ഓവർ കൺട്രോൾ ചെയ്യുക, എന്തിലേക്ക് പോയാലും സ്വയം ഇങ്ങോട്ടൊരു വലിവ്, അല്ലെ, അതിലേക്ക് ഞാൻ പോയാൽ ശരിയാവില്ല, ചിലപ്പം അത് പരാജയം വരും. അപ്പൊ ഒരു കാര്യം വന്നാൽ തന്നെ, ഇപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് കംപ്ലീറ്റ് അതിന്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കും. പൊളിഞ്ഞു പോയാലോ, ഇത്രയും ക്യാഷൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള അത്തരത്തിലുള്ള കുറെ നെഗറ്റീവ് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ സ്വന്തം പരാജയത്തിന് പുറമെ അതിന്റെ കാരണങ്ങളെ എടുത്തു പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തും. ഞാൻ എടുത്ത് ചാടി ചെയ്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയ, അതിലേക്ക് പോവണ്ടായിരുന്നു, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നുള്ള ഈ സെൽഫ് ടോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ സ്വയം കൺട്രോൾ ചെയ്ത് പിന്നെ പറയുന്നത് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു വ്യാജനാണ്, എനിക്ക് കിട്ടിയ ഈ വിജയമൊക്കെ യാദൃശികമായിട്ട് കിട്ടിയതാണ്. അതായത് പൊട്ടൻ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞു, പിന്നെ ചക്ക വീണു മുയിൽ ചത്തു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നേടിയതൊക്കെ യാദൃശികമായിട്ട് എനിക്ക് വന്ന കാര്യങ്ങളാണ്, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ട ഒരാളല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് ചിന്തിച്ച് അതിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരം വ്യക്തികൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഒരു റിക്കഗ്നേഷന് വേണ്ടിയിട്ടൊക്കെ അവർ കാത്തിരിക്കും. അവരുടെ വാക്കുകൾ കൊണ്ടുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയും അതേസമയം അതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് ഇവരൊരു ആൻസൈറ്റി മൂഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അപൂർവ ചിലർ, റെയർ കേസസ് മാത്രം, ഇവര് ചിലപ്പോൾ കുറെ കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ അവർ ആ സെൽഫ് സപ്പോർട്ടേജ് എന്നൊരു അവസ്ഥയിൽ നിന്ന് അവർ മറികടന്നിരിക്കും. എന്നാൽ ചിലര് പിന്നെ പാടെ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. പിന്നെ വരുന്നത് ഫെമിലാരിറ്റി ഹീറോസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് നമ്മുടെ മസ്തിഷ്കം പരിചിതത്വം ആഗ്രഹിക്കും എപ്പോഴും. നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു
അപരിചിതമായ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാനടക്കം എനിക്ക് പലപ്പോഴും ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മടുപ്പ് അനുഭവപ്പെടുക, പിന്നെ മടി വരിക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്, ഈ സെൽഫ് സപ്പോർട്ടേജിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് വിജയിക്കണം എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഡെഡ് ലൈൻ വെക്കും. ഡെഡ് ലൈൻ വെച്ചിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്ത് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഉണ്ടാകാറുള്ളത്. അതാണ് വേണ്ടതും. അപ്പൊ ഇത് ഇത്തരക്കാർക്ക് ഉണ്ടാവില്ല. ഇവരെന്ത് ചെയ്യും, ഈ ഒരു അപരിചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും മാനസിക സമ്മർദ്ദവും ഒക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ടാകും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതായത് പഴയ ശീലങ്ങളിലേക്ക് തന്നെ ഇവർ തിരികെ പോകാനുള്ള ഒരു പ്രവണത കൂടി വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പോ ഈ സമ്മർദ്ദം ഉള്ളവരിൽ കൂടുതൽ പരിചിതമായ കാര്യങ്ങളാണ് അവരെപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറയാനും പ്രവർത്തിക്കാനും അവർക്ക് ഭയമാണ്. അപ്പൊ അതാണ്. പിന്നെ വരുന്നത് റിലേഷൻഷിപ്പ് ട്രോമ, അതായത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ. ഇപ്പൊ പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്നത്, പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ട്രോമാസ് ഒക്കെ സെൽഫ് സപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണമാകും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന് പോകുന്ന ചില പ്രവൃത്തികൾ, പിന്നെ ബാല്യത്തിൽ കിട്ടിയ റിജക്ഷൻ, അതാണ് ഏറ്റവും ഒരു പ്രശ്നം വരുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ സ്കൂളിൽ നിന്നായാലും മറ്റൊക്കെ ഒരു എന്തെങ്കിലും തരത്തിൽ ഒരു റിജക്ഷൻ അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് പിന്നെ അവർക്കൊരു ഭയമായി മാറും. ആ ഒരു സംഭവം അവർക്ക് ചെയ്യാൻ ഒരു ഭയമായി മാറുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ മാത്സ് പഠിക്കുന്നത്, ടീച്ചേഴ്സിന്റെ ആ ഒരു പ്രവൃത്തി കാരണം, മാത്സ് ടീച്ചേഴ്സ് ഇപ്പൊ അറിയാലോ, പണ്ടത്തെ മാത്സ് ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും ഭയങ്കര ഒരു ഇതായിരിക്കും, ഭയങ്കര ഗൗരവത്തിലായിരിക്കും അവർ പെരുമാറുന്നത്. അപ്പൊ ഒരു കുട്ടി പോയി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തെറ്റുമ്പോൾ ചിലപ്പോൾ അവർ വഴക്കുറേ അടിക്കും. പൊതുവെ പണ്ട് എനിക്കൊക്കെ കണക്ക് ടീച്ചറിന് ഭയങ്കര പേടിയായിരുന്നു. അത് ഇപ്പോഴും മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അന്നത്തെ ആ ഒരു ഭയം ഇന്നും കിടപ്പുണ്ട്. അപ്പൊ അത് ആ ഒരു ട്രോമ അത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് മാറി പോവില്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പ് ട്രോമ, അതുപോലെ ഈ റിജക്ഷനിലൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി കാരണം, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സെൽഫ് സപ്പോർട്ടേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്രവർത്തികൾ, ഇതിൽ നിന്ന് നമ്മൾ സ്വയം മാറുക എന്നുള്ളത് പല ആൾക്കാരെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പറയാൻ, അപ്പൊ ഈ പറഞ്ഞല്ലോ, ഇത്തരക്കാർക്ക് നല്ലൊരു ബന്ധം പോലും അവര് സൂക്ഷിക്കില്ല, നല്ലൊരു റിലേഷൻഷിപ്പ് പോലും അവര് കൂടുതലായിട്ട് കാത്തു സൂക്ഷിക്കാത്തൊരവസ്ഥ കണ്ടുവരാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇവർക്ക് ഒന്നും പറയാനും, ഈ സംസാരിച്ചാൽ തന്നെ ഈ ട്രോമയെ കുറിച്ച്, ഈ പ്രശ്നത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ലെവലിലുള്ള ആൾക്കാരായിട്ടാണ് ഇവര് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, ഇവര് കൂടുതലായിട്ട് ഒരു കൂട്ടുകൂടുന്നതെങ്കിൽ കൂടുതലും വീണ്ടും വീണ്ടും ഇവർ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് വേണ്ടത് ഒരു വിദഗ്ധ ഉപദേശമാണ്, ഒരു കൗൺസിലിംഗ് ആണ്, അല്ലെ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു ബന്ധം, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് ഇവര് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഇപ്പൊ സെൽഫ് സപ്പോർട്ടേജ് ഉള്ള ഒരാളിനെ എനിക്കറിയാം, ഈ എന്ത് കാര്യത്തിനും സ്വയം എനിക്ക് മാത്രം പറ്റുന്നില്ല, ഞാൻ എത്ര എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ട്രോമ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുകയാണ്, ആളിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്, കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തുമ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് എങ്കിലും, പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഈ ഒരു മേഖലയിലേക്കൊക്കെ വരണം, സംസാരിക്കണം, പുറമേ സംസാരിക്കാൻ ഭയം, അങ്ങനെ കുറേ കോഴ്സിലൊക്കെ പോയി കുറേ പൈസ മുടക്കി ഒരുപാട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിളിലേക്ക് തന്നെ വന്നിട്ട് അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാർക്ക് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കുക. അതിനപ്പുറത്തേക്ക് ഇവരെന്ത് ചെയ്യുക, ഒരു നല്ല ഒരു വിദഗ്ധ ഉപദേശം, അല്ലെ, ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ്, അതൊക്കെ അവർക്ക് പ്രിഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ അങ്ങനെയുള്ള ആൾക്കാരെ കാണുകയാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ അവരെ സ്വയം തന്നെ അതിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത്തരക്കാർക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു സുബന്ധം പോലും ഉണ്ടാവില്ല, അവർ സ്വയം അതിൽ നിന്നൊക്കെ ഒളിച്ചോടും.
കാരണം ഇവർക്ക് എല്ലാത്തിനോടും ഒരു അപരിചിതത്വമാണ്, അവർക്ക് എല്ലാത്തിനോടും ഒരു ഭയമാണ്. എന്റെ സുഹൃത്ത് വലയത്തിൽ നിൽക്കുന്നവരെല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി പീപ്പിൾ ആണ്, ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ എനിക്ക് അതിലേക്ക് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെ, അത് കണ്ടുവരാറുണ്ട്. അപ്പൊ അവിടെ നിന്നും അവർ ഒളിച്ചോടും. പല ഇപ്പൊ ഞാൻ പറയുന്നില്ല, നമ്മുടെ പല ഗ്രൂപ്പുകളിലും പല ക്ലാസ്സുകളിലും ഒക്കെ കണ്ടുവരുന്നുണ്ട് അത്തരക്കാര്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം പറയുമ്പോൾ അവര് സ്വയം അവരിലേക്ക് ഒതുങ്ങി കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ അതിലില്ല, ഞാൻ അതില് ക്ലാസ് കയറിയിട്ട് കുറെ കാലമായി, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ, ഓ എനിക്ക് സംസാരിക്കാൻ പേടിയാണ്, അത്രയും വലിയൊരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ പേടിയാണ്, അങ്ങനെ എന്ത് കുഴപ്പമില്ല, സംസാരിച്ച് തുടങ്ങും, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു തുടങ്ങും. ചെറുതായിട്ട് തുടങ്ങി നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് പരാജയത്തിന്റെ വക്കിലാണ് പോകുന്നത്. കാരണം അവർ സ്വയം വിചാരിക്കണം എനിക്കും കൂടി മുന്നോട്ട് വരണം എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഇത്തരക്കാരെ കണ്ടാൽ നമുക്കൊരു പരിധിവരെ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുകയുള്ളൂ. അവർ സ്വയം വിചാരിക്കണം എനിക്ക് ഇതിൽ നിന്നും, ഈ ഒരു ട്രോമയിൽ നിന്നും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും പുറത്തു വരണം എന്ന് അവർ സ്വയം വിചാരിക്കുന്നിടത്ത് മാത്രമേ അവർക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റൂ. പലർക്കും ആഗ്രഹമുണ്ട്, എനിക്ക് വലിയ ട്രെയിനർ ആകണം, എനിക്ക് സംസാരിക്കാൻ പറ്റണം, എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഈ സെൽഫ് കൺട്രോൾ, നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഒക്കെ ഇവരെന്ത് ചെയ്യും, പുറകിലോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെയും ഇവർക്ക് മുന്നോട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ സ്വയം മനസ്സിലാക്കി വരിക എന്നുള്ളത് അത് വളരെ റിസ്ക് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കാൻ വലിയ അതായത് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവണം, ഈ പറഞ്ഞ പോലെ ഈ സ്പാർക്ക് അത് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അവർക്ക് മുന്നിലേക്ക് വരാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു വിദഗ്ധ ഉപദേശം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകണം നമ്മളവരെ. അപ്പൊ അത് അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൺവീനിയൻസ് ചെയ്യിച്ച് അതിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അല്ലെങ്കിൽ സ്വയം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കി ഒരു വിദഗ്ധ ഉപദേശം തേടുകയാണെങ്കിൽ അതും നന്നായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സെൽഫ് സപ്പോർട്ടേജിനെ കുറിച്ചും ഇത്തരക്കാരെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ പലരും അവരുടെ യുണീക്നെസ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓരോ വ്യക്തികളും വ്യത്യസ്തമായ കഴിവുകളോട് കൂടി ആണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെ? ഏതോ ഒരു ട്രെയിനർ ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു പ്ലെയിൻ CD ആണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഒരു മൈൻഡ് എന്നൊക്കെ പറയുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഫീഡ് ചെയ്ത് ആവശ്യമുള്ളത് കയറ്റി നമുക്കത് ഡ്രൈവ് ചെയ്യാം, അല്ലെ? നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഡേറ്റാസ്, കുറെ അൺനോൺ ഡേറ്റാസ് ആണ്, നമുക്ക് പോലും അറിയാത്ത കുറെ അൺനോൺ ഡേറ്റാസ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ, നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയത്, പലപ്പോഴും TV സീരിയലുകളിലൂടെ കാണുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നത്, അങ്ങനെയൊക്കെ തുടങ്ങി പല ഭാഗത്തു നിന്നും കിട്ടുന്ന ആ ഒരു ട്രോമാസും അത്തരം ചിന്തകളും ഒക്കെ ഇവരെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒന്നിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്ന ഇങ്ങനെ ഓരോന്നായിരുന്നു പടിയായിട്ട് ഇങ്ങനെ ഇവര് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇവര് സ്വയം ഒതുങ്ങി പോകാനുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ സ്വയം സൃഷ്ടിക്കും. അതാണ് പറഞ്ഞത്, ഈ അവരുടെ ബിലീഫ് സിസ്റ്റങ്ങൾ അവരുടെ ചിന്താഗതികൾക്ക് അനുസരിച്ച് അവരുടെ പ്രവൃത്തിയിലേക്ക് അവർ പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഹെൻറി ഫോർഡ് ആണെന്ന് തോന്നുന്നു പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഞാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് ഞാൻ വിചാരിച്ചാൽ അത് ശരിയാണ്, എന്നെ കൊണ്ട് കഴിയും. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചാൽ അതും ശരിയാണ്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിച്ചു വരുന്നത് അത് തന്നെയാണ് നമ്മളുടെ ആ ഒരു ബിഹേവിയർ, നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇന്ന് ഈ ഒരു സെൽഫ് സപ്പോർട്ടേജിനെ കുറിച്ച് അത്യാവശ്യം നല്ല സൈക്കോളജി മേഖലയിലൊക്കെ യെസ്, ആറ്റിറ്റ്യൂഡ് ഇസ് എവരിതിങ്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഓക്കെ അല്ലേ? എന്നെ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് വന്ന് കട്ടായല്ലേ? അപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് പറയാനുണ്ടെങ്കിൽ പറയാം. അതല്ല എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് വേണു സാറ് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അവർ ചോദിച്ചതിന് ശേഷം പറഞ്ഞതിന് ശേഷം
ഞാൻ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എപ്പോഴും കയറി ഐ ഡോണ്ട് വാണ്ട് ടു മൊണോപ്പൊളൈസ്. ഇല്ല, ആർക്കൊന്നുമില്ല, ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, എന്നാ ഞാൻ പറയാം. ഈ ടോപ്പിക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞു, അവസാനം കൺക്ലൂഡിങ്ങിന് പറഞ്ഞു ഹെൻറി ഫോർഡ് പറഞ്ഞത്, ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു കനോട്ട്, യു കനോട്ട്. യു ആർ റൈറ്റ്. അങ്ങനെ വിചാരിച്ചാലും അത് ശരിയാണ്, ഇങ്ങനെ വിചാരിച്ചാലും ശരിയാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം, സോ ദാറ്റ് കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോൾ പർപ്പസ് ഓഫ് ദിസ് ടോക്ക് ഇസ് ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ്, അല്ല വേറെ അൾട്ടീരിയർ മോട്ടീവ് ഒന്നുമില്ല. ഞാൻ നാട്ടിലെ മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതേ സമയത്ത് അവിടെ കുറേ പേര്, ആ സ്കൂളിൽ മോഡൽ ഹൈസ്കൂൾ, അവിടെ കൂടുതൽ ഇംഗ്ലീഷ് ഡിവിഷനാണ് കൂടുതൽ, മലയാളം ഡിവിഷൻ അല്ല, ഇംഗ്ലീഷ് ഡിവിഷൻ. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഒരുപാട് പിള്ളേർ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുകയും, എൻ്റെ അച്ഛൻ വെറും 4ാം ക്ലാസ് വരെയുള്ള അച്ഛൻ്റെ ഫോർമൽ എഡ്യൂക്കേഷൻ, അമ്മയുടെ ഫോർമൽ എഡ്യൂക്കേഷൻ 5ാം ക്ലാസ്. ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് മൈഗ്രേറ്റ് വന്ന കാരണം അവർക്ക് മലയാളം ഒന്നും അറിഞ്ഞുകൂടാ. എന്നെ പഠിത്തത്തിൽ ഒരു വിധത്തിൽ സഹായിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒരു റോളും ഇല്ല. ഗെറ്റ് മൈ പോയിന്റ്. ആൻഡ് ഐ വാസ് നോട്ട് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. ഇപ്പോൾ എനിക്ക് സിൽവർ സ്പൂൺ ഉണ്ട് കേട്ടോ, അന്ന് ഒരു സിൽവർ സ്പൂണും ഇല്ല. എൻ്റെ അച്ഛൻ സെൽഫ് മെയ്ഡ് മാൻ. അപ്പോഴങ്ങനെ എല്ലാ പരീക്ഷയും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അതിൻ്റെത് എനിക്ക് അപാരമായിട്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട്. മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതാണ് എല്ലാ പരീക്ഷയും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സായിട്ടുണ്ട്. മിടുക്കൊണ്ടല്ല, മെമ്മറൈസിങ്. പരീക്ഷ നമ്മുടെ ഇന്റലിജൻസിനല്ല ടെസ്റ്റ് ചെയ്യുന്നത്, ആദ്യം മനസ്സിലാക്കണം. ഓരോ എക്സാമിനേഷനും നമ്മുടെ ഇന്റലിജൻസിനല്ല ടെസ്റ്റ് ചെയ്യുന്നത്, യുവർ എബിലിറ്റി ടു മെമ്മറൈസ്. മെമ്മറി പവറാണ്. Am I right, ജാസ്മിൻ ജി? യെസ്. അല്ലേ? ഈ നീറ്റോ കീറ്റോ ഏത് പരീക്ഷ ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇടുന്നു, അതിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നത്തിങ് ടു ഡു വിത്ത് ഇന്റലിജൻസ്. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം പഠിച്ചു, പാസ്സായി, MBBS കഴിഞ്ഞു. പക്ഷേ MBBS ചേർന്നപ്പോഴാണ് പിന്നെയാണ് പ്രശ്നം ഞാൻ നേരിടുന്നത്. എന്താണ്? എല്ലാം ഇംഗ്ലീഷിലാണ് മറ്റേ ട്യൂട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കേണ്ടത്. അവിടെ കമ്മ്യൂണിക്കേഷൻ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മറ്റവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, മറ്റവിടെ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, കേട്ടേച്ച് പോകുന്നു, പരീക്ഷ എഴുതുന്നു. ഇവിടെ പേഷ്യൻറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഇംഗ്ലീഷ് പറയണം. ആ പേഷ്യൻ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലേ? പേഷ്യൻ്റ് പറയുന്നത് മലയാളത്തിലല്ലേ, പക്ഷേ അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണ്. എൻ്റെ ഇംഗ്ലീഷ് വളരെ പരിതാപകരമായിരുന്നു. എനിക്ക് വൊക്കാബുലറി വളരെ കുറവ്. അതാണ് ആദ്യകാലത്തൊക്കെ ഞാൻ വിഷമിച്ചത്. ഇപ്പോഴും ഓർക്കും വേണ്ടി ഈ ചിരി വരുന്നുണ്ട്. ആദ്യം എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ഞാൻ ആ പേഷ്യൻ്റ് ചോദിച്ചു, എന്താണ് അസുഖം? അത് എനിക്ക് 2 ദിവസമായിട്ട് തലകറക്കം. എനിക്ക് തലകറക്കത്തിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് പിടിയില്ല. തലകറക്കം. അപ്പോൾ എന്ത് പറയും ഇംഗ്ലീഷിൽ? അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് ഓർക്കാനം ഉണ്ട്. ഓർക്കാനം. ഈ ഓർക്കാനത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? രക്ഷയില്ല. അപ്പോൾ ഞാൻ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ഇപ്പോൾ അമേരിക്കയിലാണ്, പുള്ളിക്കാരന് ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പഠിച്ചാണ്. അപ്പം ഞാൻ ചോദിച്ചു, വിജയകുമാറേ, ഈ തലകറക്കം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അത് വെർട്ടിഗോ. ഓർക്കാനം എന്ന് പറഞ്ഞാൽ നാസിയ. ഞാൻ പറഞ്ഞു, വിജയകുമാറേ, ആ പേഷ്യൻറ്റിന് വിജയകുമാർ ഒന്ന് എക്സാം ചെയ്ത് പ്രസൻറ്റ് ചെയ്യാമോ? ഹി വാസ് വെരി ഹാപ്പി. കൂടുതൽ അവസരം കിട്ടുകയാണ്. ഞാൻ അവിടെ എല്ലാവർക്കും മത്സരമാണ് ഒരു കേസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്, നീ എടുത്ത് പ്രസൻറ്റ് ചെയ്തോ. അങ്ങനെ എൻ്റെ MBBS ഡേയ്സിലും ഞാൻ എപ്പോഴും ഒഴിഞ്ഞ് മാറുമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇല്ല. എന്നിട്ട് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ആ സെൽഫ് സബോട്ടേജിന് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ന്യായീകരണം, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്തത് കാരണം ഇംഗ്ലീഷ് പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് ദേഷ്യം എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയെടുത്ത്, കൺട്രി അവർക്കൊരു ഒരു വിവരമില്ല. 4ാം ക്ലാസ് 5ാം ക്ലാസ് വല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ വല്ലതും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വല്ല രക്ഷപ്പെട്ടു പോയനെ. സോ അങ്ങനെ ജീവിച്ചു.
ഇനി അധികം സമയം എടുക്കുന്നില്ല, വിത്തിൻ 2 minutes ഞാൻ നിർത്താം. അങ്ങനെ ജീവിച്ച ഞാൻ എന്നാ പിടിച്ച അവസാനം ഞാൻ മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായിട്ട് ജോലി കിട്ടുന്നു. MD എല്ലാം കഴിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജ് ഇനി ഞാൻ ക്ലാസ് എടുക്കണം, ഞാൻ ഇനി പിള്ളേരെ പഠിപ്പിക്കണം. ആ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. ചേട്ടാ ഇത് വല്ലാത്തൊരു ഇതായല്ലോ, വെട്ടിലായല്ലോ. അപ്പോൾ ഞാൻ പിന്നെയും വന്നിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ആ ഹെൻറി ഫോർഡ് ആ പറഞ്ഞത് വേണം. ഞാൻ ഐ കനോട്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോഴാണ് ആക്സിഡന്റലായിട്ട് ഞാൻ തമിഴ് മാഗസിൻ, എനിക്ക് തമിഴ് വായിക്കാനും എഴുതാനും അച്ഛൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ തമിഴ് ഒരു സിനിമ മാഗസിനിൽ പഴയ ആക്ടർ, നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാത്ത കഴിവില്ല, ശിവാജി ഗണേശൻ, തമിഴ്നാട്ടിലെ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതായത് ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ പോലെ അന്ന് എം ജി രാമചന്ദ്രൻ, ശിവാജി ഗണേശൻ, ഈ രണ്ടുപേരുമാണ് അന്നത്തെ ലീഡിങ് ആക്ടേഴ്സ്. അപ്പോൾ ഒരു ഇതിൽ ഇങ്ങനെ എഴുതുന്നത് പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി രാവിലെ ദിവസവും എന്തൊക്കെ ചെയ്യും ചോദിച്ചാൽ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വീട്ടിലാണ് ലതാ മങ്കേഷ്കർക്ക് ബോംബെയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നത് ശിവാജി ഗണേശന്റെ വീട്ടിലാണ്. വേറെയും കുറെ പേര് ശിവാജി ഗണേശന്റെ വീട്ടിലാണ്. അതിന് ശിവാജി ഗണേശൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ശിവാജി ഗണേശൻ പഠിച്ചത് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ട് 10ാമത്തെ വയസ്സിൽ എന്നോട് അന്നത്തെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ പോയതാണ് മദ്രാസിൽ. അപ്പോഴും ചേട്ടാ 3ാം ക്ലാസ് വരെ പഠിച്ച ശിവാജി ഗണേശന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ MBBS-ഉം MD-യും കഴിഞ്ഞാൽ എനിക്കും പറ്റും. അപ്പോഴാണ് ഹെൻറി ഫോർഡ് അത് വരുന്നുണ്ട്. ആദ്യം ഐ കനോട്ട്, അത് കാരണം ഞാനിതായി. Now I changed my thought to I can, I will. എന്നിട്ട് കോൺഷ്യസ് ആയിട്ട് പോരായ്മ എന്താണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്? വൊക്കാബുലറി ഇല്ല, വേണ്ടത്ര. ഈ കേൾക്കുന്ന മിക്കവരും എൻ്റെ ഈ അഡ്വൈസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ അപാരമായിട്ടുള്ള സക്സസ് കിട്ടും. ദെൻ കോൺഷ്യസ് ആയിട്ട് ഓരോ ഇന്ത്യൻ ന്യൂസ് പേപ്പർ വാങ്ങിച്ചു. അത് വായിക്കാൻ തുടങ്ങി. അതിൽ പരിചയമില്ലാത്ത ഒരുപാട് വാക്കുകളുണ്ട്, പുതിയ വാക്കുകൾ. നല്ലൊരു ഡിക്ഷണറി വാങ്ങിച്ചു. അവിടെ ലേസിനെസ് പാടില്ല, മടി പാടില്ല. ഓരോ വാക്കും അപ്പോഴേ നോക്കും. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ല, ഇന്നിപ്പോൾ വളരെ എളുപ്പമാണ്. എന്നിട്ട് അതിന്റെ അർത്ഥം, ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ട് അതിനെ അടുത്ത ദിവസം തന്നെ ക്ലാസ്സിൽ പോയിട്ട് ഈ പിള്ളേരത്ത് ആ വാക്കിനെ പ്രയോഗിക്കും. യൂസ് ചെയ്യണം. യൂസ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ മറന്നുപോകും, പോയി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ വൊക്കാബുലറി കൂട്ടിയോടുകൂടി ആ കോൺഫിഡൻസും കൂടി. എന്നിട്ട് BBC റേഡിയോ കേൾക്കാൻ തുടങ്ങി. ഒരു 45 വർഷത്തിന് ആരെങ്കിലും നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ അമേരിക്കയിൽ പോവും, നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോവും എന്ന് പറഞ്ഞാൽ വെറുതെ കളിയാക്കല്ലേ കേട്ടെ, അവിടേക്ക് പോയി ഞാൻ ഇംഗ്ലീഷിലല്ലേ, എങ്ങനെ ചെയ്യും എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഞാൻ എവിടെയാണ്? അമേരിക്കയിലാണ്. അതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ പോയി. അപ്പൊ ഇവിടെ സായിപ്പിന്റെ മലയാളത്തിൽ പറയാൻ പറ്റത്തില്ല. എന്താണ് അസുഖം? സായിപ്പേ എന്താണ് അസുഖം എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ചോദിക്കുന്നത് വാട്ട്സ് ബോദറിങ് യു, ഹൗ കാൻ ഐ ഹെൽപ്പ് യു? ഇതെല്ലാം പോസിബിൾ. അതുകൊണ്ട് ഹെൻറി ഫോർഡ് പറഞ്ഞതിന് വീണ്ടും ജാസ്മിൻ പറഞ്ഞതിന് തന്നെ അതിനെ അലോങ് ദോസ് ലൈൻസ് ആദ്യം ഐ ക്യാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ. ഓക്കെ, ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. ഓക്കെ, വെരി ഗുഡ് ടോക്ക്. ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് കുറെ പ്രചോദനം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ. അതാണ് പറഞ്ഞത്, അപൂർവം ചില ആൾക്കാർക്ക് ചില സമയത്ത് ഒരു തോട്ട് വരികയും അതിലൊരു ആ സ്പാർക്ക് അല്ലേ. സാറ് തന്നെ പറഞ്ഞ ശിവാജി ഗണേശ് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് എന്നുള്ള ആ ഒരു ചെറിയൊരു ചിന്തയിൽ നിന്നാണ് അത് ആ ഒരു ഇത് മാറിയത്. അത് റയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ ചിന്തിച്ച് അതിലേക്ക് ട്യൂൺ ചെയ്ത് ടേൺ ചെയ്ത് പോവുള്ളൂ. അപ്പൊ അതാണ് സാറിന് അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് പറ്റില്ല തന്നെ. പക്ഷെ നമ്മൾ അതിൽ ഒന്നുകിൽ യാദൃശികമായിട്ട് നമ്മൾ ഇറങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ സ്വയം രണ്ടും കൽപ്പിച്ചിറങ്ങും. ചിലര് അവരെ സ്വയം അവരിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ അതാണ്. എനിവേ, ഇനി ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ പറയാനുണ്ടോ? അപ്പൊ കുറെ കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കുറെ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. മാം, ഞാൻ വേണു സാറിന്റെ ഇന്നാണ് കാണുന്നത്, സാറിന്റെ സ്പീച്ച് കേൾക്കുന്ന ഇന്നാണ്.
സത്യത്തിൽ ശരിക്കും ഇൻസ്പയറിങ് തന്നെയാണ് സാറ്. അതിനപ്പുറത്തേക്ക് നമുക്കത് ആ റിയാലിറ്റിയുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. സാറിന്റെ ഓരോ വേർഡ്സും എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. സാറിന് ഭയങ്കര ഒരു വലിയൊരു താങ്ക്സ്. സാറിന്റെ അനുഭവം ഷെയർ ചെയ്തതിന്. ഇത് ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കത്. കാര്യം നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണത്. അല്ല എപ്പോഴും സിന്ധുജി, സിന്ധുജി, എന്തോ സാർ ആ, പറഞ്ഞാട്ട് എന്നെ ഇന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിപ്പോ റിട്ടയർഡ് ഡോക്ടറാണ്. അമേരിക്കയിൽ വന്നിട്ട് ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രീ ടൈം കിട്ടി, കൂടുതൽ സമയം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടത്ര കാശുണ്ട്. ഐ ഹാവ് ഏൺഡ് എനഫ്. അപ്പോൾ ഇനിയിപ്പോൾ കാശിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്യാം? അപ്പോൾ എനിക്ക് ഉള്ള അസറ്റ് 2 അസറ്റാണുള്ളത്. ഒന്ന് കാശ്, 2 നോളജ്. നോളജ് ഇസ് ആൾസോ അസറ്റ്. ഈ നോളജ് ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്ത് കളയാം ജനത്തിന്, ബാക്കിയുള്ള ഗുണം കിട്ടട്ടെ. വിത്തൗട്ട് ചാർജിങ് എനിത്തിങ്, ഫോർ ഫ്രീ ചെയ്യാമല്ലോ. നോളജ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ നോളജ് കുറയുന്നില്ല. ഞാൻ കാശ് ഷെയർ കഴിഞ്ഞാൽ ഞാൻ സിന്ധുവിന് എൻ്റെ കയ്യിലുള്ള 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കൊടുത്താൽ എൻ്റെ 5 ലക്ഷം പോയി. ഞാൻ എൻ്റെ നോളജ് സിന്ധുവിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറഞ്ഞിട്ടില്ല, സിന്ധുവിന് കിട്ടുകയും ചെയ്തു. സാർ അതുകൊണ്ട് അങ്ങനെ ഞാൻ ക്യാഷ് ഷെയർ ചെയ്യണ്ട, നോളജ് ഷെയർ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ വെബിനാർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വെബിനാറിലെല്ലാം ഇതേപോലുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പം ജാസ്മിൻ പറഞ്ഞ പോലെ ഇതാണ് 80 to 90% ഈ ബിഹേവിയർ സയൻസിനെ കുറിച്ചും 10 to 20% പ്യൂർലി മെഡിക്കൽ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ഈ രണ്ടും കൂടെയാണ്. എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ ടോക്കുണ്ട് രാത്രി 8 മണിക്ക്. നിങ്ങളുടെ സിന്ധുവിൻ്റെ ഫോൺ നമ്പർ ഇപ്പോഴും ഈ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സാപ്പിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഞാൻ തരാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കൊന്നുമില്ല. എല്ലാവരും മിണ്ടാതെ കേട്ടിരുന്നോ? കേട്ടോന്തോ? കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടോപ്പിക്കും വളരെ നല്ലതായിരുന്നു. ആക്ച്വലി എനിക്കിന്ന് വൈകിട്ട് ഇത് കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് നോക്കിയതേ. സെൽഫ് സബോട്ടേജ് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാനും നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും വായിക്കുമല്ലോ നമ്മുടെ വളർച്ച. അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന വഴിയായിരുന്നു, ഇന്ന് November 1 ആയിരുന്നു, ഞാൻ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് സത്യമാണ് മാം പറയുന്നത്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നമ്മൾ തന്നെയാണ്. കാര്യം നമുക്ക് എപ്പോഴും നമ്മളെ നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് എപ്പോഴും അങ്ങ് സംശയം. അപ്പം നല്ല ടോപ്പിക്കായിരുന്നു. അപ്പം നമ്മളത് എവിടെയോ വായിച്ച ഒരു സംഭവം ഉണ്ട്. കാര്യം ഒരു കോഴിമുട്ട അത് പുറമേ നിന്ന് നമ്മൾ ശക്തിയിൽ പൊട്ടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ജീവൻ പൊലിയുക അല്ലേ. പക്ഷെ നേരെ മറിച്ച് അത് ഉള്ളിൽ നിന്നുള്ള ശക്തിയിൽ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജീവന്റെ ആരംഭമാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. നല്ല ടോപ്പിക്കായിരുന്നു. യെസ്, അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ആ ഒരു ഞാൻ കോഴിമുട്ടയുടെ. എവിടെയോ. അതെ. അപ്പോ കുറെ പേര് ലൈക്ക് അടിക്കുന്നുണ്ട്, എന്തൊക്കെയോ സ്മൈലി ഇടുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്. സംസാരിക്കുവോ? കിട്ടുന്ന അവസരം ഉപയോഗിക്കുവോ? എല്ലാവരും തിരക്കിലായിരിക്കും ഈ സമയം. ഞാൻ ഈ ജാസ്മിൻ ജിയുടെ തന്നെ ഒരു 2-3 തവണ ഫോണിൽ കൂടെ കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഷീൽസേ ഞാൻ അങ്ങനെ അതിനെ മാറ്റി വയ്ക്കാറില്ല. ഞാൻ മേക്ക് ടൈം. ഈ ആദ്യത്തെ സൈൻ ഒരാൾ സെൽഫ് സബോട്ടേജ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം വെച്ചാൽ, ബിസി എന്നുള്ള വാക്ക് കൂടെ പറയുന്ന ഒരാൾ, അയാൾ ഒരു സെൽഫ് സബോട്ടേജ് ആണ്. എന്തോന്ന് ബിസി അവിടെ അല്ല. ദാറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്. ദി വേർഡ് ബിസി ഡസൻറ്റ് മീൻ ബിസി. ഇപ്പം എനിക്കും ബിസി പറയാം. പക്ഷേ ഞാനിവിടെ ഷാർപ്പായിട്ടാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അവിടുത്തെ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണി ഷാർപ്പായിട്ട് ഞാൻ ജോയിൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കും. ആ 10 മിനിറ്റിൽ ഒന്ന് ആ പറയുന്ന അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചാണ്. അത് യൂസ്ഫുൾ ആണോ, ഇൻസൈറ്റ്ഫുൾ ആണോ, റിലവൻ്റ് ആണോ, സ്പീക്കർ നന്നായിട്ട് പറയുന്നുണ്ടോ. 10 മിനിറ്റിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പതുക്കെ അങ്ങ് സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോവും. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. ആ 10 മിനിറ്റാണ് ആദ്യത്തേതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ സംസാരിക്കാൻ വരുന്ന ആൾ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ, അവർക്ക് PhD ഉണ്ടോ, പ്രായം എത്രയായി ഒന്നും നോക്കാറില്ല.
അതൊക്കെയാണ് ഈഗോ ആയിട്ട് വരുന്ന ബാരിയറായിട്ട് നിൽക്കുന്നത്, തടസ്സം ലേണിങ്ങിന്. ലേണിങ്ങിന് വന്നിട്ട് ഇറ്റ് ഡസൻ മാറ്റർ. ഒരു കൊച്ചു കുട്ടിയുടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു Yes. ഓപ്പൺ മൈൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്തിനും സക്സസിനും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോ ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ലെങ്കിൽ നമുക്ക് വൈറ്റപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അടുത്ത ദിവസം നമ്മൾ അടുത്തൊരു ട്രെയിനറുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ വിംബിൾ അക്കാഡമിയെ കുറിച്ച് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അതും ഈ പറഞ്ഞതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങി അദ്ദേഹത്തിന്റെ ആ ഒരു ജേണി ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തി. എന്ന് മാത്രമല്ല, നമ്മുടെ സാറ് ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഗസ്റ്റ് ആയിട്ട് പോവാണ് ഗൾഫിലേക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരെ നമ്മുടെ ഫൈസൽ സാർ വളർന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കടമ്പകൾ കടന്ന് വിജയം കൈവരിച്ച ആളാണ്. അത് ഒന്നിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ സീറോയിൽ നിന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സീറോയിൽ നിന്ന് തുടങ്ങി ഇന്നൊരു ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഗൾഫിലേക്ക് പോവാണ്. അദ്ദേഹം ആ ഒരു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകൾ ഇപ്പോൾ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുന്നുണ്ട്. എങ്കിലും ഈ ട്രെയിനിങ് സ്റ്റോക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിൽ ഒരുപാട് നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് ഇനിയും പുതിയ നമ്മുടെ ലീഡേഴ്സിന്, നമ്മുടെ ട്രെയിനേഴ്സിനൊക്കെ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അവർക്ക് സംസാരിച്ച് അവരുടെ കഴിവ് തെളിയിക്കാനും അവരുടെ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതിലൂടെ ഒരുപാട് പേർക്ക് അറിവുകൾ പകരാനും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം വിംബിൾ അക്കാഡമി വളരെ സത്യം പറഞ്ഞാൽ രാവിലത്തെ ആ മിറാക്കിൾ മോർണിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിൾ തന്നെയാണ്. പെട്ടെന്ന് അത് തുടങ്ങി ഏകദേശം ഒരു 100-ലധികം ക്ലാസ്സുകൾ ഏകദേശം എത്രയാകും സജ്ന മാം, ഒരു കണക്ക് പറയാമോ? സജ്ന മാം ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം ക്ലാസ്സുകളിലേക്ക് 100 കവിഞ്ഞു. എത്രയാണ്? 160-ൽ അധികം ക്ലാസ്സുകൾ കഴിഞ്ഞു. ആ ഒരു ജേണി എന്ന് പറഞ്ഞാല് അതും നമ്മുടെ സജ്ന മാമിന്റെ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇടപെടൽ, ആ ഒരു കറക്റ്റ് ടൈമിൽ അത് ഓപ്പൺ ചെയ്യുക, അതില് ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ എടുക്കുക, അതിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പോലും വന്നിട്ട് കമന്റുകൾ പറഞ്ഞ് ആ ഗ്രൂപ്പ് ഒരു തമാശയും കാര്യങ്ങളായിട്ട് വളരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് വിംബിൾ അക്കാഡമിയിൽ ആ ഒരു ഫൈസൽ സാറിന്റെ എഫേർട്ടാണ്. അതിലൂടെയാണ് ഒരുപാട് ആളുകൾ വന്ന് ചേർന്ന് ഒരു ഗ്രേപ്പ് യാർഡ് പോലെ, ഈ ഗ്രേപ്പ് വൈൻ പോലെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ മുന്തിരിവള്ളിയുടെ അറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അതിങ്ങനെ പടർന്ന് ഇങ്ങനെ പോകുന്ന പോലെ വിംബിൾ അക്കാഡമി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനും അതിൽ വരുന്ന ഫാക്കൽറ്റീസിന് അതിലൂടെ തന്നെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇൻട്രോ പറയാമെന്ന് നമ്മുടെ സിന്ധു മാം, 21st ബാച്ചിലെ സിന്ധു മാം, അതുപോലെ എപ്പോഴും നമുക്ക് ഇതിൽ അഡ്വൈസുകൾ തരികയും അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്ന വേണുഗോപാൽ സാർ, അതുപോലെ ഇതിനകത്ത് ജോയിൻ ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, ma'am.